TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 റെഡ് കാർപ്പറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ ബെസ്റ്റ് ഫുഡ് ബ്ലോഗർ എന്ന കാറ്റഗറിയിൽ അവാർഡ് ഇന്ന് കിട്ടിയിരിക്കുകയാണ് കാർത്തിക് മണിക്കുട്ടൻ. പക്ഷെ ആ പേര് പറഞ്ഞാൽ അധികം ആൾക്കാർ അറിയണമെന്നില്ല. ട്രിവിയൻ ഫുഡീസ് എന്ന് പറയുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരെ മനസ്സിലാവും. എന്താണെങ്കിലും കൺഗ്രാറ്റുലേഷൻസ്, പറഞ്ഞോളൂ, ആ സന്തോഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ടെലിവിഷൻ അവാർഡ് കിട്ടുന്നത്. ഒരു വലിയൊരു നമ്മള് ടിവിയിലെ കാണുന്ന സ്റ്റേജ് നമ്മൾ ഇങ്ങനെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള വിലപ്പെട്ട അംഗീകാരങ്ങളുടെ കൂടെ ചേർക്കാനായിട്ട് അമൃത ടിവിയുടെ ഈ ഒരു നല്ല അവാർഡ് കിട്ടി. അതൊരു വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യാണ്. കാരണം കുഞ്ഞുനാളില് TV ചാനൽ കണ്ടിരുന്ന സമയത്തൊന്നും ആലോചിച്ചിരുന്നില്ല ഭാവിയിൽ ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ടാവും എന്നുള്ളതും. ഒരു റെഡ് കാർപ്പറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. താങ്ക് യു സോ മച്ച്. ശരിക്കും ഒരു ചെറിയൊരു ഫുഡ് ബ്ലോഗിംഗ് വീഡിയോ, ഫുഡ് കഴിക്കുക, റിവ്യൂ ഇടുക, അത് മാത്രമായിരിക്കുമല്ലോ തുടങ്ങിയത്. പക്ഷെ അവിടുന്ന് വളർന്ന് പന്തലിച്ച് ഇപ്പൊ ആൾക്കാർ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ട്രിവിയൻ ഫുഡീസിന്റെ പേജ് കയറി നോക്കാം. തിരുവനന്തപുരത്ത് വരാണെങ്കിൽ ഇവിടുത്തെ ബെസ്റ്റ് പൊറോട്ട കിട്ടുന്ന എവിടെയാണ് എന്തൊക്കെയുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട്. സോ അതില് ഒറ്റയ്ക്കാണോ ഈ ഒരു ഒറ്റയാൾ പട്ടാളോ ആയിരുന്നോ? ഒറ്റയാൾ തന്നെയാണ്. കാരണം ഇത് നമ്മുടെ POV ഷെയർ ചെയ്യാന്നുള്ളതാണല്ലോ മെയിനായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഏതെങ്കിലും ഹെവി ബ്രാൻഡിങ് വരുമ്പോൾ മാത്രമാണ് ഒരു ടീമിനെ ഡിപെൻഡ് ചെയ്യുന്നത്. അല്ലാത്തെല്ലാം നമ്മുടെ ഒറ്റയ്ക്കുള്ള യാത്രകൾ. കേരളത്തിൽ മാത്രമാണോ കൂടുതൽ ഭക്ഷണങ്ങൾ? ഞാൻ ട്രിവാൻഡ്രം മാത്രമായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ 7 വർഷമായിട്ട്. പക്ഷെ അങ്ങനെയല്ല, ഫുഡ് ബ്ലോഗർ എന്നുള്ള. അടിപൊളി അടിപൊളി. ഈ ഞാൻ പറയട്ടെ, ഇപ്പൊ കാർത്തിക്കിന് തന്നെ ഒരു ഭക്ഷണമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ ഏത് ഫുഡ് ഐറ്റം എന്ന് പറയും? ചോക്ലേറ്റ്. ഒരു ചോക്ലേറ്റ് ബോയ് ലുക്ക് ഒക്കെ ഉണ്ട്. അതുകൊണ്ടല്ല, സ്വീറ്റ് ആൻഡ് ലൈക്ക് അങ്ങനെ നമ്മള് എന്താ പറയാ, ആൾക്കാർക്ക് ചോക്ലേറ്റ് ആണെന്ന് ഒരു ഹാപ്പിനെസ് തോന്നുന്ന കണക്ക് നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ഹാപ്പിനെസ്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ചോക്ലേറ്റ് ആ കഴിക്കുക. നമുക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ആ കൊടുക്കുക. അങ്ങനല്ല, ചോക്ലേറ്റ് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ടെംപ്റ്റേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഇല്ല. ആ ഒരു ഹാപ്പിനെസ് നെക്സ്റ്റ്. അടിപൊളി അടിപൊളി. ഈ സ്റ്റേജിൽ പോയി അവാർഡ് മേടിച്ച സമയത്ത് ഒരു ഹാർട്ട് ബീറ്റ് ഒക്കെ നിന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. സീരിയസ്ലി ഞാൻ എല്ലാവരോടും പറയാം. അപ്പൊ അതിന്റെ ഹൈ ഓൺ എക്സൈറ്റ്മെന്റ് അല്ലേ? അപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യണതൊക്കെ തന്നെ തന്നെ. അപ്പൊ ഇതിനു വേണ്ടി മറ്റേ പ്രോപ്പും കാര്യങ്ങളും മേടിക്കുന്നത് സാധാരണ ഒരു ഫോണിൽ എടുത്ത് തുടങ്ങി പിന്നെ മറ്റേ ലൈറ്റും സെറ്റപ്പ് ഒക്കെ മേടിക്കുന്ന രീതിയിൽ എത്തി. ആക്ച്വലി ഞാൻ ലൈറ്റ്സ് യൂസ് ചെയ്യാറില്ല അധികം. ഇല്ല, എപ്പോഴും യൂസ് ചെയ്യാറില്ല. കാരണം റോ ആയിട്ട് ഞാൻ എന്താണോ അവിടെ കാണുന്നത് അതിനെ കറക്റ്റ് ആയിട്ട് ചെയ്യുക. അതിനെ പിന്നെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഗ്രേഡിംഗ് ഒന്നും ഞാൻ അധികം ചെയ്യാറില്ല. ഈ ട്രിവാൻഡ്രത്തെ ഫുഡ് ഏരിയസ് ആണ് ഏറ്റവും കൂടുതൽ കവർ ചെയ്യുന്നത് പറഞ്ഞു. ഇപ്പൊ പലരും പറയാറുണ്ട് ട്രിവാൻഡ്രത്തെ വേസ്റ്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. പലരും അല്ല, 1-2 പേര് മാത്രമേ അങ്ങനെ പറയാറുള്ളൂ. പലരും അങ്ങനെ പറയാറില്ല. കാരണം ട്രിവാൻഡ്രം എന്ന് പറയുന്ന സ്ഥലം എല്ലാ സ്ഥലത്തും ഉള്ള പോലെയാണ്. എന്നെ അവിടുത്തെ ഫുഡ് മോശമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് ഏറ്റവും കൂടുതൽ ബിരിയാണി കഴിക്കാൻ വരുന്ന ആൾക്കാർ കാലിക്കറ്റും കൊച്ചിയിലൊക്കെ ഉള്ള ആൾക്കാർ. അപ്പൊ എങ്ങനെ മോശവും? കാരണം കാലിക്കറ്റുള്ള ബിരിയാണി അടിപൊളിയാ, കൊച്ചിയിലുള്ള ബിരിയാണി അടിപൊളിയാ. അപ്പൊ അതെങ്ങനെ മോശവും? അപ്പൊ അങ്ങനെ ഇത് 1-2 ആൾക്കാർക്ക് ട്രിവാൻഡ്രത്തിനോടുള്ള ഒരു തരം എന്താ പറയാ, തിരുവനന്തപുരത്തിന്റെ ഏറ്റവും നിങ്ങൾ ട്രിവാൻഡ്രം വരികയാണെങ്കിൽ ഈ ഐറ്റം കഴിച്ചിരിക്കണം എന്ന് പറഞ്ഞ കാർത്തിക് പറഞ്ഞ ഒരു ഫുഡ് ഏതായിരിക്കും? എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഞാൻ പറഞ്ഞുതരാം. റെസ്റ്റോറന്റ് ഒരു കുഞ്ഞു ഹോട്ടലാണ്, മണിമെസ് എന്ന് പറയും. നല്ല ഫുഡാണ്. അതായത് സൗത്ത് ഇന്ത്യൻ, നമ്മുടെ കേരള സദ്യ എന്നുള്ളതല്ല, ഒരു പ്രോപ്പർ സൗത്ത് ഇന്ത്യൻ, തമിഴ്നാട് കേരള ഒരു ഏൻഷ്യൻ ടൈപ്പ് ഒരു മീൽസ് ആണ് ആ സംഭവം. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അത് കഴിച്ച് നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ള ഒരു ഫുഡ് എക്സ്പ്ലോറിംഗ് തുടങ്ങുക എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത്. അതെ അതെ, ആദ്യത്തെ അവാർഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യത്തെ അവാർഡ് എന്നല്ല, എന്റെ ഫസ്റ്റ് അവാർഡ് യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ. പക്ഷെ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു ടെലിവിഷൻ ഫ്ലോറിൽ വന്ന് നിന്ന്, അതും നമ്മൾ കുഞ്ഞുനാളിൽ കണ്ട് വളർന്ന സെലിബ്രിറ്റീസിന്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് ഏറ്റുവാങ്ങുന്ന പറയുമ്പോൾ എന്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മുകളിൽ വെച്ചിട്ട് അവാർഡ് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ശരത് സാറാണ്. ആണ്. കാരണം പണ്ട് നമ്മള് ഈ മ്യൂസിക് റിയാലിറ്റി ഷോസ് ഒക്കെ കാണുമ്പോൾ അദ്ദേഹം അന്ന് തൊട്ടേ പോപ്പുലർ ആണല്ലോ. ഇതിപ്പോ ലൈഫിൽ ഇങ്ങനെ ഒരു ഇവന്റ് സംഭവിച്ചാൽ ദൈവത്തിനോടും പിന്നെ എന്നെ ഈ ഷോയിൽ കൺസിഡർ ചെയ്ത എല്ലാവരോടും ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ ഇനിയും ഇതുപോലുള്ള അംഗീകാരങ്ങൾ കിട്ടട്ടെ. കീപ് ഡൂയിങ് വീഡിയോസ്. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ.